ദം സ്റ്റോറീസ് എന്ന പേരിലൊരു ബിരിയാണിയുടെ കട വൈതക്കാട് ഒരു 2 മാസമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പാർട്ട്ണറാണ് അജാസ്. ഇത് ഞങ്ങളുടെ സുഹൃത്തും ഞങ്ങളുടെ ഷെഫും കൂടിയാണ് ഹസൻ. വൈതക്കാട് വുമൻസ് കോളേജിൻ്റെ ബാക്ക് സൈഡിൽ ഞങ്ങളുടെ ഷോപ്പിൽ ദം സ്റ്റോറീസ് ഉണ്ട്. ഓൺലി ബിരിയാണി അതുപോലുള്ള ഐറ്റംസ് മാത്രമേ ഞങ്ങളെത്തുള്ളൂ. അതിനെപ്പറ്റി റെസ്റ്റോറൻറ്റോ അതിൻ്റെ സ്പെഷ്യാലിറ്റി പറ്റി കുറച്ച് ആധികാരികമായിട്ട് അജാസ് നിങ്ങളോട് സംസാരിക്കുന്നു. ഞാൻ അജാസ്. ഞാൻ ദം സ്റ്റോറീസിൻ്റെ ഒരു ടീമിലുള്ള ഒരാളാണ്. ഇതിൻ്റെ തുടങ്ങാനുള്ള റീസൺ ഇപ്പോൾ ഞാനും അഷ്റഫ് ഒരു 2 വർഷത്തിൽ കൂടുതൽ ട്രിവാൻഡ്രത്തുണ്ട്. നമ്മൾ ഫുഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ നല്ല ബിരിയാണികൾ കിട്ടുന്നുണ്ട്, ദം ബിരിയാണി കിട്ടുന്നുണ്ട്. നമ്മുടെ നാട്ടിലുള്ള ബിരിയാണി ആയിട്ട് കമ്പയർ ചെയ്യുമ്പം വിറകടുപ്പിൽ കുക്ക് ചെയ്യുന്ന ബിരിയാണി ഇവിടെ ആരും കൊടുക്കുന്നില്ല. അപ്പം അതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ആലോചന ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഞങ്ങളുടെ സുഹൃത്തും ഷെഫുമായിട്ട് ഹസനായിട്ടുള്ള ഒരു ഡിസ്കഷൻ വന്നത്. അപ്പം ആ ഡിസ്കഷൻ്റെ പുറത്താണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 3 മാസം മുമ്പാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങളുടെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്യൂർലി അടുപ്പിലാണ്, വിറകടുപ്പുള്ള കുക്കിങ്ങാണ്. ദമ്മ് ചെയ്യുന്നതെല്ലാം വിറകടുപ്പിലാണ്. അതാണ് മെയിൻ സ്പെഷ്യാലിറ്റി. പിന്നെ കുറച്ച് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ബിരിയാണീസും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആഗ്രഹമുണ്ടായിരുന്നു. അതിലൊരു ബിരിയാണി ടൈപ്പ് ബിരിയാണി, താറാവ് ബിരിയാണി ടൈപ്പ് ബിരിയാണി ആരും ട്രൈ ചെയ്തിട്ടില്ല. അതൊന്ന് ട്രൈ ചെയ്തു. അതിന് പുറമെ റൈസ് ഐറ്റംസിൻ്റെ തലശ്ശേരി സ്റ്റൈലിലുള്ള കുറച്ച് കോമ്പോസ് നമ്മൾ ട്രൈ ചെയ്തു. അതിലുള്ളൊരു കോംബോ ആണ് ഗീ റൈസും നെയ്ച്ചോറും ബീഫ് പള്ളിക്കറിയുള്ളൊരു കോംബോ. ബീഫ് പള്ളിക്കറിയും നമ്മളാണ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ബീഫ് പള്ളിക്കറിയും ഗീ റൈസും നമ്മുടെ കോംബോ. അങ്ങനെ കുറച്ച് കോമ്പോസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഐറ്റംസ് നമ്മൾ ലിസ്റ്റിൽ വരുന്നുണ്ട്. നമ്മളൊരു എയിം എന്താണെന്ന് വെച്ചാൽ തലശ്ശേരി സൈഡിൽ ഒരുപാട് ലോക്കൽ ബിസിനസ് വരുന്നുണ്ട്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുള്ളതാണ്. അത് നമ്മൾ ചെറിയ രീതിയിൽ ഓരോന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരുന്നു. അതിന്റെ പാർട്ടായിട്ടാണ് ഗീ റൈസ് ബീഫ് പള്ളിക്കറി കോംബോ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുപോലെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് കസ്റ്റമർ ആക്സെപ്റ്റ് ചെയ്ത ഒരു സാധനമാണ് ഇറച്ചിച്ചോറ് എന്ന് പറയുന്നത്. അതായത് അതൊരു ഫെസ്റ്റീവ് ഡിഷാണ് തലശ്ശേരിയുള്ളത്. ഉത്സവ സമയങ്ങളിൽ പള്ളികളിൽ ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ് ഇറച്ചിച്ചോറ് എന്ന് പറയുന്നത്. ബൾക്കായിട്ട് മേക്ക് ചെയ്യുന്ന ഒരു ഡിഷാണ്. അത് നമ്മൾ ബീഫിലും ചെയ്യുന്നുണ്ട്, ചിക്കനിലും നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ട്രിവാൻഡ്രംകാർക്ക് ഒരു സ്പെഷ്യൽ ഐറ്റം ആയിരുന്നു. അത് നല്ല രീതിയിൽ തന്നെ ആക്സെപ്റ്റൻസ് വന്നൊരു ഐറ്റം ആയിരുന്നു. നമ്മുടെ തലശ്ശേരി ഫുഡിന്റെ മേക്കിങ്ങും അതിന്റെ സ്പെഷ്യാലിറ്റിയും കാര്യങ്ങളും നമ്മൾ ഷെഫായിട്ട് ഹസൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നത്. നമസ്കാരം, എൻ്റെ പേര് ഹസൻ. എൻ്റെ നാട് തലശ്ശേരിയാണ്. നമ്മുടെ നാട്ടിൽ ഒറിജിനലായിട്ട് ഉണ്ടാക്കുന്ന തലശ്ശേരി ഒതന്റിക് തലശ്ശേരി ബിരിയാണി മുതൽ സ്നാക്സ് ഐറ്റംസുകൾ അതെല്ലാം ആണ് ഞങ്ങൾ ചെയ്യുന്നത്. നമ്മൾ ഈ ബിരിയാണി ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്ന എല്ലാവിധ മസാലകളും കാര്യങ്ങളും ഞങ്ങൾ തന്നെ തയ്യാറാക്കുന്നത്. ഞങ്ങൾ പുറത്തുനിന്ന് കടകളിൽ മറ്റും വാങ്ങുന്ന മസാലകൾ, ഗരം മസാല ഉൾപ്പെടെ എല്ലാം ഞങ്ങൾ തന്നെ ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ ഒതന്റിക് തലശ്ശേരി ബിരിയാണി തന്നെ വേണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഞങ്ങൾ കല്യാണ വീട്ടിൽ മറ്റൊക്കെ പാകം ചെയ്യുന്ന പോലത്തെ വിറകടുപ്പും അതുപോലെ തന്നെ നമ്മളിവിടെ ലഭിക്കുന്ന തൊണ്ട് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് മാത്രമാണ് ഞങ്ങൾ പാചകം ചെയ്യുന്നത്. ഗ്യാസ് കാര്യങ്ങൾ അധികം ഉപയോഗിക്കാറില്ല. ചിക്കൻ മറ്റും ഉപയോഗിക്കാൻ മാത്രം ഉപയോഗിക്കാറില്ല, വേറെ മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാറില്ല. ഞങ്ങൾ ബിരിയാണിയിൽ അധികം മസാല ഒന്നും ചേർക്കാറില്ല. ബിരിയാണിയിൽ ഞങ്ങൾ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് കാര്യങ്ങൾ വെറും സവാളയും തക്കാളി, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അത് മാത്രമാണ് ഞങ്ങളുടെ മസാല. പച്ച മസാല അല്ലാതെ മറ്റുള്ള സാധനങ്ങളൊന്നും ഞങ്ങൾ ഈ ബിരിയാണിയിൽ ഉപയോഗിക്കാറില്ല. ഗരം മസാല ഞങ്ങൾ തന്നെ തയ്യാർ ചെയ്ത് വെക്കുന്നുണ്ട്. അത് അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഞങ്ങൾ ദമ്മ് ഏകദേശം 1 മണിക്കൂറോളം ഞങ്ങൾ ദമ്മ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഞങ്ങളത് പുറത്തോട്ട് വിടാറുള്ളൂ. ഇതിൻ്റെ പുറമെ തന്നെ ഞങ്ങൾ അതിൻ്റെ കൂടെ കോംപ്ലിമെൻ്ററി ആയിട്ട് ഞങ്ങൾ മുഹബത്തിൻ്റെ ഒരു കട്ടൻ ചായയും കൂടി ഞങ്ങൾ അതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ രണ്ടാമത്തെ ഒരു സ്ഥാപനമായിട്ട് ഒരു ഔട്ട്ലെറ്റ് കഴക്കൂട്ടത്ത് ഓപ്പൺ ആവുന്നുണ്ട്. 1 മാസത്തിനുള്ളിൽ അത് പ്രതീക്ഷിക്കാവുന്നതാണ്. കഴക്കൂട്ടത്തും ഈ സെയിം ഫുഡ് തന്നെ നമുക്ക് ഡെലിവറി ചെയ്യാം. ഈ വർഷത്തെ മെട്രോ ഫുഡ് അവാർഡിൽ ദം സ്റ്റോറീസിനെ തിരഞ്ഞെടുത്തതിന് ഞങ്ങളുടെ ടീമിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. The best Talasheri Dum Biryani, the award goes to Dum Stories Trivandrum. Can we have the representatives of Dum Stories Trivandrum?